ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രൂ ത്രെഡിനെ കുറിച്ചായിരുന്നു. സ്ക്രൂ ത്രെഡിൻ്റെ പാർട്സൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി എന്താണ് സ്ക്രൂ ത്രെഡ് എന്ന് നോക്കാം. ത്രെഡ് ഈസ് എ റിഡ്ജ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ വിച്ച് ഫോളോസ് ദ പാത്ത് ഓഫ് ഹെലിക്സ് അറൗണ്ട് ദ സിലിണ്ടർ ഓർ കോൺ ഐദർ എക്സ്റ്റേണലി ഓർ ഇൻറ്റേർണലി. ഒരു സിലിണ്ടറിക്കൽ സർഫസിന് മുകളിൽ നമ്മൾ റൗണ്ടിൽ ഹെലിക്കലി ഷേപ്പിൽ പോകുന്നൊരു വക്ക് പോലുള്ള ഭാഗത്തിനാണ് നമ്മൾ സാധാരണഗതിയിൽ ത്രെഡ് എന്ന് പറയുന്നത്. ചിത്രം ശ്രദ്ധിക്കുക. ഹെലിക്സ് ഇസ് എ ടൈപ്പ് ഓഫ് കർവ് ജനറേറ്റഡ് ബൈ എ പോയിൻ്റ് വിച്ച് ഈസ് മൂവിങ് അറ്റ് എ യൂണിഫോം സ്പീഡ് അറൗണ്ട് ദ സിലിണ്ടർ ഓർ കോൺ ആൻഡ് ദി സെയിം ടൈം മൂവ്സ് അറ്റ് എ യൂണിഫോം സ്പീഡ് പാരലൽ ടു ആക്സിസ്. അപ്പം ഇതിൽ ഒരു കർവ് രൂപത്തിലാണ് ഇത് പോകുന്നത്. അതൊരു യൂണിഫോം ആയിട്ടുള്ള സ്പീഡ് കൂടി പോകുന്നു. അതുപോലെ തന്നെ അതൊരു ആക്സിസിന് പാരലായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി യൂസസ് ഓഫ് സ്ക്രൂ ത്രെഡ്. സ്ക്രൂ ത്രെഡ് എന്തിനൊക്കെ ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. സ്ക്രൂ ത്രെഡ്സ് ആർ യൂസ്ഡ് ആസ് ഫാസ്റ്റനേഴ്സ് ടു ഹോൾഡ് ടുഗദർ ആൻഡ് ഡിസ്മാൻഡിൽ കമ്പോണൻസ് വെൻ നീഡഡ്. നമുക്ക് ആവശ്യമില്ലാകുമ്പോൾ ഊരിയെടുക്കാനും ടൈറ്റനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാർട്ട്. ഇപ്പോൾ ചിത്രം ശ്രദ്ധിക്കുക. രണ്ട് മെഷീൻ പാർട്ടുകൾ തമ്മിൽ, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്നു നെട്ടും ബോൾട്ടും ഉപയോഗിച്ച്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത് നോക്കുക. ടു ട്രാൻസ്മിറ്റ് മോഷൻ ഓൺ മെഷീൻസ് ഫ്രം വൺ യൂണിറ്റ് ടു അനദർ. ഒരു മോഷൻ നിന്ന് മറ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിത്രം ശ്രദ്ധിക്കുക. ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റതിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനും സ്ക്രൂ ത്രെഡ് ഉപയോഗിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വോം ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത് ടു മേക്ക് അക്യുറേറ്റ് മെഷർമെൻറ്റ്സ്. നമുക്കൊരു മൈക്രോമീറ്ററൊക്കെ മൈക്രോമീറ്ററിൽ അക്യുറേറ്റ് ആയിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ ത്രെഡ് ഉണ്ടാവും. ഇതൊക്കെ അക്യുറേറ്റ് മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് യൂസ് ഓഫ് ടു അപ്ലൈ പ്രഷർ. നമ്മൾ സ്ക്രൂ ജാക്കിലൊക്കെ പോലെ ഓവർ ലോഡ്, ഇത്രയും പ്രഷർ താങ്ങാനുള്ള കഴിവ് നമ്മൾ സ്ക്വയർ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്ക്രൂ ജാക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്ത് ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇത് കാണിച്ചിരിക്കുന്ന ഒരു ഡൈ സ്റ്റോക്കാണ്. അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രൂ ത്രെഡ് ഉപയോഗിക്കാം. അടുത്ത് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡിൽ പറയുന്നത് സ്ക്വയർ ത്രെഡ്, വോം ത്രെഡ്, ബട്ട്രസ് ത്രെഡ്, ആക്മി ത്രെഡ്. പലതരത്തിലുള്ള ത്രെഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വോം ത്രെഡ്, സ്ക്വയർ ത്രെഡ്, ബട്ട്രസ്, ആക്മി ത്രെഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി രണ്ട് തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്ക്വയർ ത്രെഡും ഒന്ന് ട്രപ്പിസോയിഡൽ ത്രെഡും. സ്ക്വയർ ഷേപ്പിലുള്ള ത്രെഡും ഒന്നും ട്രപ്പിസോയിഡിൻ്റെ ഷേപ്പിലുള്ള ത്രെഡുമാണ് ഉപയോഗിക്കുന്നത്. സ്ക്വയർ ആൻഡ് ട്രപ്പിസോയിഡൽ ത്രെഡ്സ് ഹാവ് മോർ ക്രോസ് സെക്ഷണൽ ഏരിയ ദാൻ വി ത്രെഡ്. ഇപ്പോൾ നമുക്ക് ഇത് വി ത്രെഡിനെ കുറിച്ചിട്ട് മുമ്പത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് വി ത്രെഡ് എന്ന് പറഞ്ഞത് മെട്രിക് ത്രെഡ്, BSW ത്രെഡ്, BA ത്രെഡ്, യൂണിഫൈഡ് ത്രെഡൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ വി ത്രെഡിൻ്റെ ടൈപ്പുകളാണ്. എന്നാൽ വി ത്രെഡിൽ ഉൾപ്പെടാത്ത കുറേ ത്രെഡിനെ കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത്. അത് പ്രധാനമായി രണ്ട് തരത്തിലുണ്ട്. സ്ക്വയർ ത്രെഡും ട്രപ്പിസോയിഡ് ത്രെഡ്സും. അപ്പോൾ ദേ ആർ നോട്ട് സ്യൂട്ടബിൾ ടു ട്രാൻസ്മിറ്റ് മോഷൻ ഓർ പവർ ദാൻ വി ത്രെഡ്. ഇത് വി ത്രെഡിനേക്കാൾ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ത്രെഡും ട്രപ്പിസോയിഡ് ത്രെഡൊക്കെ ഉപയോഗിക്കുന്നത്. ദേ ആർ നോട്ട് യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് പർപ്പസ്. ഇത് രണ്ടെണ്ണം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഇത് ഉപയോഗിക്കാറില്ല. അതിൽ ഫസ്റ്റ് പറയുന്നത് സ്ക്വയർ ത്രെഡിനെ കുറിച്ചാണ്. സ്ക്വയറിൻ്റെ ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദിസ് ത്രെഡ് ദ ഫ്ലാങ്സ് ആർ പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ത്രെഡ്. ഈ സ്ക്വയർ ത്രെഡിൽ അതിൻ്റെ ഫ്ലാങ്ക് അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് സ്ഥിതി ചെയ്യുന്നു. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പിച്ച് ആൻഡ് ദി അതർ എലമെൻറ്റ്സ് ആർ ഷോൺ ഫിഗർ. ഇത് തമ്മിലുള്ള ബന്ധം ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിച്ച് കാണാൻ പറ്റും നിങ്ങൾക്ക്.
കൃത്യമായ ഓരോ അളവുകളും ഇത് നോക്കിയാൽ കാണാൻ പറ്റും. സ്ക്വയർ ത്രെഡ്സ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് മോഷണൽ പവർ. സ്ക്വയർ ത്രെഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ സ്ക്രൂ ജാക്ക്, വൈസ് ഹാൻഡിൽസ്, ക്രോസ് സ്ലൈഡ് ആൻഡ് കോമ്പൗണ്ട് സ്ലൈഡ്, ആക്ടിവേറ്റിംഗ് സ്ക്രൂഡ് ഷാഫ്റ്റ്. ഇപ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ സ്ക്രൂ ജാക്ക് ഉപയോഗിക്കുന്നുണ്ട്, വൈസ് സ്പിൻഡിലും ഉപയോഗിക്കാറുണ്ട്, ഹാൻഡിലും ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ ലെയ്ത്തിനുള്ളിലുള്ള ക്രോസ് സ്ലൈഡിനും കോമ്പൗണ്ട് സ്ലൈഡിനൊക്കെ സ്ക്വയർ ത്രെഡ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഡിസിഗ്നേഷൻ നോക്കാം. എ സ്ക്വയർ ത്രെഡ് ഓഫ് നോമിനൽ ഡയാ 60 mm ആൻഡ് പിച്ച് 9 mm ഷാൽ ബി ഡിസിഗ്നേറ്റഡ് ആസ് സ്ക്വയർ 60 × 9 IS 46941968. അപ്പോൾ ഇതിൽ നമുക്ക് ഡെസിഗ്നേഷനാണ് പറയുന്നത്. സാധാരണഗതിയിൽ സ്ക്വയർ ത്രെഡ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നോമിനൽ ഡായും പിച്ചും കൊണ്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. ദി ഡയമെൻഷൻ ഓഫ് ABEP H1 H2 D1 ആർ ചേഞ്ച്ഡ് ആസ് പെർ ത്രെഡ് സീരീസ്. നമുക്കിതിൽ കണ്ടു പലതരത്തിലുള്ള ഡയമെൻഷൻ ഇതിൽ കാണാൻ പറ്റും. ചിത്രം ശ്രദ്ധിക്കുക. H1 H2 ഇതൊക്കെ ഡയമെൻഷൻസ് പല രൂപത്തിൽ ഇതിൽ കാണാൻ പറ്റും. ഇതിൽ ഓരോ അളവുകളും പിച്ചിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അടുത്തത് മോഡിഫൈഡ് സ്ക്വയർ ത്രെഡാണ്. മോഡിഫൈഡ് സ്ക്വയർ ത്രെഡിൻ്റെ വേറൊരു രൂപമാണ് മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ്. മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ്സ് ആർ സിമിലർ ടു ഓർഡിനറി സ്ക്വയർ ത്രെഡ്സ് എക്സെപ്റ്റ് ഫോർ ദ ഡെപ്ത് ഓഫ് ദ ത്രെഡ്. മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം സാധാ സ്ക്വയർ ത്രെഡിനേക്കാൾ സെയിം ആണ്. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്തിൽ മാത്രമേ അതിൽ മാറ്റമുള്ളൂ. ദ ഡെപ്ത് ഓഫ് ത്രെഡ് ഈസ് ലെസ് ദാൻ ദ ഹാഫ് പിച്ച് ഓഫ് ത്രെഡ്. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ പിച്ചിൻ്റെ ഏകദേശം പകുതിയായിട്ട് മാത്രമേ വരുള്ളൂ. സാധാരണഗതിയിൽ സാധാരണ സ്ക്വയർ ത്രെഡ് ഡെപ്തും പിച്ചും ഏകദേശം ഈക്വലാണ്. എന്നാൽ ഇതിൽ ഡെപ്ത് കുറച്ച് കുറവായിരിക്കും. ദ ഡെപ്ത് വാരീസ് അക്കോർഡിംഗ് ടു ദി ആപ്ലിക്കേഷൻ. ഓരോ ആപ്ലിക്കേഷനനുസരിച്ച് ഡെപ്തിൽ മാറ്റം ഉണ്ടായിരിക്കും. ദ ക്രസ്റ്റ് ഓഫ് ദ ത്രെഡ് ഈസ് ചാംഫേർഡ് അറ്റ് ബോത്ത് എൻഡ്സ് ടു 45 degree ടു അവോയ്ഡ് ഫോർമേഷൻ ഓഫ് ബർസ്. അപ്പോൾ ഇതിൽ ഈ ഇതിനെ ക്രസ്റ്റ് ചെറുതായിട്ട് ചെരിച്ചിരിക്കും ഏകദേശം 45 ഡിഗ്രിയിൽ. അതിലെ ബർസ് തെറിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി. ദീസ് ത്രെഡ്സ് ആർ യൂസ്ഡ് വെർ ക്വിക്ക് മോഷൻ ഈസ് റിക്വയർഡ്. ഈ ത്രെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സഡനായിട്ടുള്ള ഒരു മോഷനൊക്കെ ആവശ്യമില്ലാത്തതാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്ത പറയുന്നത് ട്രപ്പിസോയിഡൽ ത്രെഡിനെ കുറിച്ചാണ്. ചിത്രം ശ്രദ്ധിക്കുക. അത് സ്ക്വയർ ത്രെഡല്ല, ട്രപ്പിസോയിഡൽ ത്രെഡാണ്. ചെറിയൊരു ചെരിവുണ്ടാവും അതിന്. These threads have a profile which neither square nor V thread have a form of trapezoid. ഇതിന് ഒരു വി ത്രെഡിൻ്റെ രൂപമല്ല, ഇനി സ്ക്വയർ ത്രെഡിൻ്റെ രൂപമല്ല, അതിന് മിക്സ് ചെയ്തിട്ടുള്ള രൂപമാണ്. അതാണ് ട്രപ്പിസോയിഡൽ ത്രെഡ്. ദേ ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ഓഫ് പവർ. ഇതും പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ട്രപ്പിസോയിഡൽ ത്രെഡ്സ് ആർ. പലതരത്തിലുള്ള ട്രപ്പിസോയിഡൽ ത്രെഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്മി ത്രെഡ്, ബട്രസ് ത്രെഡ്, സോടൂത്ത് ത്രെഡ്, വോം ത്രെഡ്. പ്രധാനമായും 4 തരത്തിലുള്ള ത്രെഡുകളുള്ളത്. ആക്മി ത്രെഡ്, ബട്രസ് ത്രെഡ്, സോടൂത്ത് ത്രെഡ്, വോം ത്രെഡ്. ഇനി ആക്മി ത്രെഡ് എന്താണെന്ന് നോക്കാം. ആക്മി ത്രെഡിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദിസ് ത്രെഡ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദ സ്ക്വയർ ത്രെഡ്. ഇതും ഒരു സ്ക്വയർ ത്രെഡിൻ്റെ മോഡിഫിക്കേഷൻ ആയിട്ടുള്ളതാണ് ആക്മി ത്രെഡും. ഇറ്റ് ഹാസ് ആൻ ഇൻക്ലൂഡർ ആംഗിൾ ഓഫ് 29 degree. ഇതിൻ്റെ ഇൻക്ലൂഡർ ആംഗിൾ 29 degree ആയിരിക്കും. ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ മെനി ജോബ്സ് ബിക്കോസ് ഓഫ് ഫെയർലി ഈസി ഓഫ് മെഷീൻ. നമുക്ക് മെഷീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത് മെഷീൻ വർക്കിനൊക്കെ വേണ്ടി നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ആക്മി ത്രെഡിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മളൊരു ലെയ്ത്തിൻ്റെ ലീഡ് സ്ക്രൂവിനാണ് ഉപയോഗിക്കുന്നത്. ത്രെഡ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലീഡ് സ്ക്രൂവിന് വേണ്ടിയിട്ടാണ് ആക്മി ത്രെഡ് ഉപയോഗിക്കുന്നത്. ആക്മി ത്രെഡ്സ് ആർ യൂസ്ഡ് ഇൻ ലെയ്ത്ത് ലീഡ് സ്ക്രൂസ്. ദിസ് ഫോം ഓഫ് ത്രെഡ്സ് എനേബിൾസ് ദ ഈസി എൻഗേജ്മെൻറ്റ് ഓഫ് ദ ഹാഫ് നെറ്റ്. അപ്പം ലെയ്ത്തിനുള്ള ഉപയോഗിക്കുന്നത് ലീഡ് സ്ക്രൂ ആണ്. ഇത് ഹാഫ് നെറ്റ് ഉപയോഗിച്ചിട്ട് ക്ലാമ്പ് ചെയ്യാനും പിടിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇതിൽ ആക്മി ത്രെഡ് ഉപയോഗിക്കുന്നത്. മെട്രിക് ആക്മി ത്രെഡ്സ് ഹാവ് ആൻ ഇൻക്ലൂഡർ ആംഗിൾ ഓഫ് 30 degree. മെട്രിക്
ആംഗിൾ ആണെങ്കിൽ അത് 30 ഡിഗ്രി ആംഗിളാണുള്ളത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പിച്ച് ആൻഡ് ദി വേരിയസ് എലമെൻറ്റ്സ് ആർ ഷോൺ. ഇത് തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ചിത്രത്തിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. R1 R2 H1 H2 R3 D4 പല അളവുകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തായി ഡിസ്കസ് ചെയ്യുന്നത് ബട്ട്രസ് ത്രെഡിനെ കുറിച്ചാണ്. ഇൻ ബട്ട്രസ് ത്രെഡ് വൺ ഫ്ലാങ്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി ത്രെഡ് ആൻഡ് ദി അതർ ഫ്ലാങ്ക് ഈസ് അറ്റ് 45 ഡിഗ്രി. അപ്പോൾ ഇത് ബട്ട്രസ് ത്രെഡിന് ഒരു ഭാഗം പെർപെൻഡിക്കുലർ അഥവാ 90 ഡിഗ്രി ആയിരിക്കും, മറ്റൊരു ഭാഗം 45 ഡിഗ്രിയും ആയിരിക്കും. These threads are used on the parts where pressure acts at one flank of the thread during transmission. അപ്പോൾ ഇത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രം ലോഡ് വരുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ എലമെൻറ്റ്സ് ഇതിൽ കാണാൻ പറ്റും. ഡെപ്ത്ത്, ഫ്ലാറ്റ്, ഡെപ്ത്ത്, വിഡ്ത്ത് ഓഫ് ഫ്ലാറ്റൊക്കെ ഇത് പറയാൻ പറ്റും. These threads are used in power press, carpentry vices, gun breeches, etc. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കാർപ്പൻട്രി വൈസിന് ഉപയോഗിക്കുന്നുണ്ട്, പവർ പ്രസ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വൈസാണ് ബട്ട്രസ് ത്രെഡ്. ഇത് ഒരു സൈഡിൽ മാത്രം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബട്ട്രസിന് ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബട്ട്രസ് ത്രെഡിൻ്റെ BAS ആണ് പറയുന്നത്. ബട്ട്രസ് ത്രെഡ് ആസ് പെർ BAS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ബട്ട്രസ് ത്രെഡ്. ദിസ് ഈസ് ദി മോഡിഫൈഡ് ഫോം ഓഫ് ബട്ട്രസ് ത്രെഡ്. ഇത് ബട്ട്രസ് ത്രെഡിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഷോസ് ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ബട്ട്രസ് ത്രെഡ്. എലമെൻറ്റ്സിൽ നോക്കി അറിയാൻ പറ്റും. ദ ബെയറിംഗ് ഫ്ലാങ്ക് ഈസ് ഇൻക്ലൈൻഡ് 7 ഡിഗ്രി ആസ് പെർ BAS ആൻഡ് ദി അതർ ഫ്ലാങ്ക് ഈസ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ. ഇതിന് ഒരു 7 ഡിഗ്രിയും ഒരു ഡിഗ്രി 45 ഡിഗ്രിയിലാണ് ഇൻക്ലിനേഷൻ ഉള്ളത്. അടുത്ത പറയുന്നത് സോ ടൂത്ത് ത്രെഡാണ്. ചെറിയൊരു മാറ്റമുള്ള ഏകദേശം ഒരു വാളിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്സോവേഡിൻ്റെ രൂപത്തിലുള്ള ത്രെഡാണ് സോ ടൂത്ത് ത്രെഡ്. ദിസ് ഈസ് ദി മോഡിഫൈഡ് ഫോം ഓഫ് ബട്ട്രസ് ത്രെഡ്. ഇതും ഒരു ബട്ട്രസ് ത്രെഡിൻ്റെ മോഡിഫൈഡ് രൂപമാണ്. ഇൻ ദിസ് ത്രെഡ് ദ ഫ്ലാങ്ക് ടേക്കിംഗ് ദ ലോഡ് ഓഫ് ഇൻക്ലൈൻഡ് അറ്റ് എൻ ആംഗിൾ 3 ഡിഗ്രി. ഇതിന് ചെറിയ ചെരുവായിട്ടുള്ള 3 ഡിഗ്രി ആംഗിളിലാണ് വൺ സൈഡ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി, മറ്റൊരു ഭാഗത്ത് 30 ഡിഗ്രി ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ദ ബേസിക് പ്രൊഫൈൽ ഓഫ് ദ ത്രെഡ് ഇല്ലസ്ട്രേറ്റ് ദിസ് ഫിനോമിനൻ. നോക്കാം. ദ പ്രൊപ്പോർഷനേറ്റ് വാല്യൂസ് ഓഫ് ഡയമെൻഷൻസ് ആർ റെസ്പെക്ട് ടു ദി ഫിഗർ. ഇതിൻ്റെ ഓരോ അളവുകൾ ഇതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അടുത്തിട്ട് പറയുന്നത് വോം ത്രെഡിനെ കുറിച്ചാണ്. വോം ത്രെഡ്, വോം വീലും വോം ഷാഫ്റ്റും. ദിസ് ഈസ് സിമിലർ ടു ആക്മി ത്രെഡ് ഇൻ ഷേപ്പ് ബട്ട് ഡെപ്ത് ഓഫ് ത്രെഡ് ഈസ് മോർ ദാൻ ആക്മി ത്രെഡ്. ഇത് ആക്മി ത്രെഡിൻ്റെ ഷേപ്പാണ്, എന്നാൽ ഒന്നും കൂടി ഡെപ്ത് കൂടുതലായിരിക്കും. ദിസ് ത്രെഡ് ഈസ് കട്ട് ഓൺ ദ വോം ഷാഫ്റ്റ് വിച്ച് എനേബിൾസ് ദി വോം വീൽ. വോം വീൽ എൻ്റർ ചെയ്യുന്ന ആ വോം ഷാഫ്റ്റാണ് ഇത് ഉപയോഗിക്കുന്നത്. The worm wheel and worm shaft are used in places where motion to be transmitted between shaft at right angles. ഒരു മോഷൻ, ഒരു ഗിയറിലെ മോഷൻ റൈറ്റ് ആംഗിളായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വോം വീലും വോം ഗിയറും ഉപയോഗിക്കാം. ഇറ്റ് ആൾസോ ഗീവ്സ് ഹൈ റേറ്റ് ഓഫ് സ്പീഡ് റിഡക്ഷൻ. അതുപോലെ തന്നെ പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കാനുള്ള ഒരു ഇതാണ് വോം ഗിയറും വോം വീലും. ചിത്രം ശ്രദ്ധിക്കുക. വോം ത്രെഡിൻ്റെ ഫിഗർ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. അടുത്തത് പറയുന്നത് നക്കിൾ ത്രെഡിനെ കുറിച്ചാണ്. നക്കിൾ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് റൗണ്ട് ഷേപ്പുള്ളതാണ്, റൗണ്ട് ഷേപ്പുള്ളതാണ് നക്കിൾ ത്രെഡ്. ദ ഷേപ്പ് ഓഫ് ദ നക്കിൾ ത്രെഡ് ഈസ് നോട്ട് ട്രപ്പിസോയിഡൽ ബട്ട് ഇറ്റ് ഹാസ് റൗണ്ട് ഷേപ്പ്. ഇത് ട്രപ്പിസോയിഡൽ ഷേപ്പ് അല്ല, റൗണ്ട് ഷേപ്പുള്ളതാണ് നക്കിൾ ത്രെഡ്. ഇറ്റ് ഹാസ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ. ഇതിന് ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ദ ഫിഗർ ഷോസ് ദ ഫോം ഓഫ് നക്കിൾ ത്രെഡ്. ഈ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സെൻസിറ്റീവ് എഗൻസ്റ്റ് ദ ഡാമേജ് ആസ് ഇറ്റ് ഈസ് റൗണ്ടഡ്. ഇതൊരിക്കലും സെൻസിറ്റീവ് അല്ല. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാൾവ് സ്പിൻഡിൽസ്, റെയിൽവേ കാരേജ് കപ്ലിംഗ്, ഹോസ് കണക്ഷൻ എക്സെട്ര. ഇത് പ്രധാനമായിട്ട് വാൾവ് സ്പിൻഡിലിനും റെയിൽവേ കാരേജ് കപ്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നക്കിൾ ത്രെഡിൻ്റെ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ത്രെഡിനെ കുറിച്ചാണ്. ക്ലാസ്സിലൊക്കെ മനസ്സിലായി കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.